ശക്തമായ കാറ്റിലും മഴയിലും വരുമാന മാർഗമായി മുമ്പിൽ കണ്ടിരുന്ന 2000-ഓളം ഏത്തവാഴകൾ നിലം പതിച്ചതിന്റെ നിരാശയിലാണ് ഇടുക്കി അടിമാലി അമ്പലപ്പടിയിലെ 4 കർഷകർ. രണ്ടാഴ്ച കൂടി പിന്നിട്ടാൽ മൂപ്പെത്തുമായിരുന്ന ഏത്തവാഴക്കുലകളാണ് കാറ്റിലും മഴയിലും നിലംപൊത്തിയത്. സർക്കാർ കൃഷിനാശത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. അടിമാലി കത്തിപ്പാറ മച്ചിപ്ലാവ് സ്വദേശികളായ ബാബു, പോൾ, ബെന്നി, വിൽസൺ എന്നിവർ അടിമാലി അമ്പലപ്പടിയിലായിരുന്നു ഏത്തവാഴ കൃഷി ചെയ്തു പോന്നിരുന്നത്. 4 പേർക്കും കൂടി ആകെ ഇവിടെ 4000-ഓളം ഏത്തവാഴകളുമുണ്ട്. ഇതിൽ ഭൂരിഭാഗവും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കാറ്റിലും മഴയിലും നിലംപതിച്ചു. 2000-ഓളം ഏത്തവാഴകൾ നശിച്ചതായും 2 ആഴ്ച കൂടി പിന്നിട്ടാൽ മൂപ്പത്തുമായിരുന്ന ഏത്തവാഴക്കുലകളാണ് കാറ്റിലും മഴയിലും നിലംപൊത്തിയെന്നും കർഷകർ പറയുന്നു. സർക്കാർ തങ്ങളുടെ കൃഷിനാശത്തിന് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ഞങ്ങൾ 4 കൃഷിക്കാരാണ്. 4000-ഓളം വാഴ കൃഷിയുണ്ട്. ഇപ്പോൾ നിലവിൽ 4000 വാഴയിൽ 90% വാഴ ഇതിനകത്ത് പോയിരിക്കുക. ഒരു 20 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിളവെടുക്കാവുന്നതാണ്. അതെല്ലാം തല്ലി അടിച്ച് വളരെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാമല്ലോ. ഇതിൻ്റെ ഒരു നല്ല രീതിയിലുള്ള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ധനസഹായം നമുക്ക് എത്രയും പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. ഏത്തവാഴ ഒന്നിന് 350 രൂപയ്ക്കടുത്ത് കർഷകർക്ക് ഇതുവരെ പരിപാലനത്തിനായി ചിലവായിട്ടുണ്ട്. ആകെ 10 ലക്ഷത്തിലധികം രൂപ കൃഷിക്കായി ചിലവഴിച്ചു. പലിശയ്ക്ക് കടമെടുത്തും മറ്റുമാണ് പാട്ടകൃഷിയായി ഇവർ ഏത്തവാഴ നട്ടിരുന്നത്. വൈകാതെ വിളവെടുക്കാമെന്നും വായ്പാ തുകയടക്കം തിരികെ നൽകാമെന്നായിരുന്നു കർഷകരുടെ പ്രതീക്ഷ. എന്നാൽ നനച്ചിരിക്കാതെ നേരത്തെ എത്തിയ പെരുമഴ പ്രതീക്ഷകളത്രയും തകർത്തു. സർക്കാരിൽ നിന്നും അർഹമായ നഷ്ടപരിഹാരം ലഭിച്ചില്ലെങ്കിൽ അടുത്ത കൃഷിക്ക് തങ്ങൾക്കാവതില്ലെന്നും ഈ കർഷകർ പറയുന്നു. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.